പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ABC ടോക്കിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ കൂടെയുള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. കോഴിക്കോട് കലക്ടറായിരുന്ന വ്യക്തി. കോഴിക്കോട് കലക്ടറായിരുന്ന സമയത്ത് അദ്ദേഹം നടപ്പിലാക്കിയ ജനപ്രിയ പദ്ധതികൾ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ അത്തരം പരിപാടികളും പദ്ധതികളും നടപ്പിലാക്കി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു പേര് വിളിച്ചു, കലക്ടർ ബ്രോ. അതെ, ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു വന്ന, ഇപ്പോഴും ചില വിവാദങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങളും നല്ല നല്ല പദ്ധതികളും നടപ്പിലാക്കി സത്യസന്ധനായ ഉദ്യോഗസ്ഥനെന്ന് പേരെടുത്ത ശ്രീ എൻ പ്രശാന്ത് IAS. സ്വാഗതം. താങ്ക് യു സാർ. ഇപ്പോൾ കുറേയധികം വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആദ്യം തന്നെ വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ സാറ് ചിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഈ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. അതായത് എന്താണ് എൻ പ്രശാന്തും അതുപോലെ തന്നെ ഈ ജയതിലകും ഗോപാലകൃഷ്ണനും ഒക്കെ ആയിട്ടുള്ള പ്രശ്നം, എന്തിനാണ് അങ്ങ് സസ്പെൻഷനിലായത് എന്ന ചോദ്യം പല ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ആളുകൾക്കൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ ഒരു പ്രശ്നം? എന്തിനാണ് സസ്പെൻഷനിലായതെന്ന് എനിക്കും വ്യക്തതയൊന്നും വന്നിട്ടില്ല. അല്ല, ഇതിൻ്റെ കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ മാതൃഭൂമി പത്രത്തിൽ ഒരു ഫേക്കായിട്ടുള്ളൊരു വാർത്ത വായിച്ച് അല്ലെങ്കിൽ ആൾക്കാർ അത് അയച്ചു തന്നപ്പോഴാണ്. നോക്കുമ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ ഞാൻ ഒരു വർഷം മുമ്പേ വിട്ട ഒരു വകുപ്പിൽ നിന്ന് എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സ് കാണാനില്ലെന്നോ അങ്ങനെ ഇങ്ങനെ എനിക്കെതിരെ ഒരു പാറ്റേൺ എന്താ പറയുക അലിഗേഷൻസും റിപ്പോർട്ടും ഒക്കെ ആരുണ്ടാക്കി, ഡോക്ടർ ജയതിലക് ഉണ്ടാക്കി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മാതൃഭൂമി വാർത്തയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ ജയതിലകുമായിട്ടുള്ളൊരു പ്രശ്നം 1.5 കൊല്ലം മുമ്പേയുള്ള പഴയ കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ റിപ്പോർട്ടും ഇതൊക്കെ ഉണ്ടാക്കുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിനെ പറ്റി സെക്രട്ടേറിയറ്റിൽ അന്വേഷിച്ചാൽ അറിയാം എന്താണ് അദ്ദേഹം എന്ന്. ഏതെങ്കിലും വ്യക്തിയായിട്ട് വ്യക്തിവിരോധം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവനും ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ഒരു ഡിഫറെൻറ്റ്, നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല രീതികളുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നിയില്ല ഇങ്ങനെ വന്നു. പക്ഷേ ഇങ്ങനെ പൊതുജനമധ്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ന്യായമായിട്ടും മറുവശം ഞാൻ പറയും. കാരണം ഇത് ഫയലാക്കി ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയാണെങ്കിൽ ഫയലിൽ തന്നെ എനിക്ക് മറുപടി അയക്കാൻ അറിയാം. പക്ഷേ ഇത് പൊതുജനമധ്യത്തിലല്ലേ, അതുകൊണ്ട് ഐ ഹാഡ് ടു റെസ്പോണ്ട്. അത് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പാടില്ല, നമ്മൾ മിണ്ടാൻ പാടില്ല. ഇദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, അടുത്ത ചീഫ് സെക്രട്ടറി ആവാൻ പോകുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവതുല്യമായി കാണണം. അദ്ദേഹം വിമർശനത്തിന് അതീതനാണ്. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കരുതെന്നാണ് പറയുന്നത്. കൂടാതെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹവും വളരെ മഹാനാണ്. അദ്ദേഹത്തെയും വേദനിപ്പിക്കരുത്, അവർക്ക് രണ്ടുപേർക്കും വിഷമം തോന്നുന്ന വാക്കുകളോ പ്രയോഗങ്ങളോ ഞാൻ നടത്തരുത് എന്നൊക്കെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും ഒന്ന് പരിശോധിക്കേണ്ടത് എന്താണ് ഈ റിപ്പോർട്ട് എന്നുള്ളതും കൂടെയാണ്. അത് എനിക്ക് തോന്നുന്നു പബ്ലിക് പലർക്കും മനസ്സിലായിട്ടും ഇല്ല എന്ന് തോന്നുന്നു. ഞാൻ ഈ കൃഷി വകുപ്പിൽ വരുന്നതിന് മുമ്പ് SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിരുന്നു, K. രാധാകൃഷ്ണൻ സാർ മിനിസ്റ്ററായിട്ട്. അപ്പോൾ അവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചുമതല ഡോക്ടർ ജയതിലകായിരുന്നു. അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും അറിയാം, ഓഫീസിൽ വരാറൊന്നുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ ഭാഗത്ത് ഉണ്ടാവാറേ ഇല്ല. അതുകൊണ്ട് തന്നെ വകുപ്പ് ഓടിക്കേണ്ട ചുമതല എനിക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 കൊല്ലത്തോളം അതങ്ങനെ ഓടിക്കുകയും ചെയ്തു. K. രാധാകൃഷ്ണൻ സാറുമായിട്ട് വളരെ അടുത്ത് വർക്ക് ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചു. ഉന്നതി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ സാധിച്ചു. ഉന്നതി എന്ന് പറഞ്ഞാൽ 0 ബഡ്ജറ്റ്, 0 സ്റ്റാഫിങ്, ഒരാളെ പോലും നിയമിക്കാതെ, ഒരു പൈസ പോലും സർക്കാരിൻ്റെ ചിലവാക്കാതെ കമ്പാഷനേറ്റ് കോഴിക്കോട് എന്ന് പറഞ്ഞ് കോഴിക്കോട് നടപ്പിലാക്കിയ ഒരു പദ്ധതി ഉണ്ടല്ലോ, വോളണ്ടിയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതിൻ്റെ തന്നെ മാതൃകയിൽ തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു. ഇതുവഴി SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും പിന്നെ എല്ലാവർക്കും, യങ്സ്റ്റേഴ്സ്, ഇവർക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന പല പ്രോജക്ട്സുമാണ് അതിനകത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ CEO ആയിട്ട്, ഇതൊരു സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മിനിസ്റ്റർ ചെയർമാനും ഞാൻ CEO ആയിട്ടുള്ളത്. അപ്പോൾ രാധാകൃഷ്ണൻ സാർ ഇലക്ഷനിന് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോയല്ലോ. അപ്പോൾ ആ സമയത്തോടടുത്ത് വന്നപ്പോൾ ഡോക്ടർ ജയതിലക്, അദ്ദേഹം എന്താ പറയുക, ചെറുതായിട്ട് പീലി വളർത്തി എന്നൊക്കെ പറയുന്ന, കാരണം മിനിസ്റ്റർ പോവല്ലേ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോഴേക്കും ഞാൻ അന്നത്തെ ചീഫ് സെക്രട്ടറി വേണു സാറിനെ കണ്ട് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് മാറ്റിയാൽ കൊള്ളാം, കാരണം ഇത് ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഞാൻ അത് പറഞ്ഞ് വഷളാക്കുന്നില്ല. എന്തായാലും ഒത്തുപോകാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് മാറി കൃഷി വകുപ്പിലേക്ക് വരികയും ചെയ്തു. പോകുന്ന ആ പോക്കിൽ ഇദ്ദേഹം പരമാവധി ട്രൈ ചെയ്തു ഉപദ്രവിക്കാനും ഇതുമൊക്കെ. പക്ഷേ അത് ഫയലിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കൗണ്ടർ പറയാം, കാരണം സത്യവും നീതിയൊക്കെ ഉള്ളതല്ലേ.
ഇനി അവിടെ ആ സമയത്ത് ഇതേമായിട്ട് തെറ്റാനുണ്ടായ കോർ റീസൺ കൂടെ ആക്ച്വലി പബ്ലിക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഫയലുകളിലും നമ്മൾ IAS ഉദ്യോഗസ്ഥരുടെ ജോലി സത്യത്തിൽ പാട്ട് പാടലോ റീലുണ്ടാക്കലോ ഡാൻസ് കളിക്കലോ അല്ലെങ്കിൽ എന്താ പറയുക ഉദ്ഘാടനങ്ങളിൽ പോയിരിക്കലോ പ്രസംഗം നടത്തലോ ഒന്നുമല്ല. നമ്മുടെ ജോലി ഫയലിലെ അഭിപ്രായങ്ങൾ എഴുതുക എന്നുള്ളതാണ്, ഒപ്പീനിയൻ എഴുതുക, അഡ്വൈസ് എഴുതുക എന്നുള്ളതാണ്. അപ്പം ഈ വകുപ്പിൽ SCST ഡിപ്പാർട്ട്മെൻറ്റിനകത്തുണ്ടായിരുന്ന പല സ്കീമുകളും പല പ്രോജക്റ്റുകളും പുതുക്കാൻ സാധിച്ചു. കുറേ കാര്യങ്ങൾ ഇപ്പോൾ സ്കോളർഷിപ്പുകൾ കംപ്ലീറ്റ് പുതുക്കി. പലർക്കും അറിയത്തില്ല, ഈ കേരളത്തിൽ 10-15 വർഷമായിട്ട് SCST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഇപ്പോൾ IIT-ലോ IIM-ലോ അങ്ങനെ കൊള്ളാവുന്ന നല്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അഡ്മിഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ നീറ്റൊക്കെ എഴുതിയിട്ട് സ്വകാര്യ ഈവൻ ഇപ്പോൾ അമൃത പോലുള്ള വളരെ ഈ കേരളത്തിലെ ബെസ്റ്റ് നമ്മൾ റാങ്കിങ്ങിൽ വരുന്ന നമ്പർ 1 മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നും സ്കോളർഷിപ്പ് കൊടുക്കില്ലായിരുന്നു. അതിൻ്റെ കാരണം നോക്കുമ്പോഴാണ് പണ്ടിറക്കിയ ഒരു ജിയോനകത്ത് അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് കേരള എൻട്രൻസ് എഴുതിയിട്ടല്ല അത്രേ IIT-യിൽ കേരള എൻട്രൻസ് എഴുതിയാൽ കിട്ടും. ഈ ലോജിക്കില്ലായ്മയുടെ അങ്ങേ അറ്റം എന്ന് മാത്രമല്ല വേറെ ഒന്നും ഇതിൽ 60% ഈ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൻ്റെ തുക കേന്ദ്ര ഗവൺമെൻറ്റാണ് തരുന്നത്. 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. നമ്മുടെ ആ സമയത്തെ സ്കീം ഇവിടെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രകാരം കേന്ദ്രത്തിൻ്റെയും കിട്ടുന്നില്ല, സ്റ്റേറ്റിൽ തന്നെ പലർക്കും കൊടുക്കാതാക്കുന്നു. ഈ പറഞ്ഞുകൊണ്ട് നല്ല സ്ഥാപനങ്ങൾ കിട്ടിയാൽ അതും കൊടുക്കില്ല, ഈ തൊഴിൽ ന്യായം പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ പുതുക്കി മാസങ്ങളോളം വർക്ക് ചെയ്തിട്ടാണ് ആ സ്കോളർഷിപ്പിൻ്റെയൊക്കെ പുതിയ ഗൈഡ് ലൈൻസും പുതിയ ഗവൺമെൻറ് ഉത്തരവുകളൊക്കെ ഇറക്കിയത്. നല്ല ടീമും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു അഡീഷണൽ സെക്രട്ടറി മിനി ഉണ്ടായിരുന്നു, അതുപോലെ നസീർ എന്ന് പറഞ്ഞ ഒരു 1ാം തരം സെക്ഷൻ ഓഫീസർ. ഞങ്ങൾ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടാണ് അത് ചെയ്തത്. എന്ന് മാത്രമല്ല ഇപ്പോൾ പലപ്പോഴും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരെ വന്നു കഴിയുമ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് അഫിഡവിറ്റ് സൈൻ ചെയ്യിപ്പിക്കാൻ ആളെ കിട്ടില്ല. അന്വേഷിച്ച് പോകുമ്പോൾ ആളെവിടെയാണെന്ന് അറിയില്ല. മൂന്നാറാണെന്ന് പറയുന്നു, അതല്ല ഇടുക്കിയിലാണെന്ന് മറ്റേ വയനാടാണെന്ന് പറയുന്നു. അന്വേഷിച്ച ആൾക്കാർ പോകുന്നു, അപ്പോഴും കോണ്ടാക്ട് കിട്ടില്ല. അവിടെ എത്തിക്കഴിയുമ്പം ഡ്രൈവർ അവിടെ വരും. ഡ്രൈവർ വന്നിട്ട് ഫയൽ എടുത്തുകൊണ്ട് പോകും, എവിടെ പോകുന്നതെന്ന് അറിയില്ല. എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഒപ്പിട്ടിട്ട് തിരിച്ചു കൊണ്ടുപോകും. അതുവരെ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അവിടെ കാത്തിരിക്കണം. ഇങ്ങനെയൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള, എന്താണ് ഇത്ര രഹസ്യാത്മകത എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈയിടെ മറ്റ് ഏതോ ഒരു മാധ്യമങ്ങൾ തന്നെ വിവരാവകാശ പ്രകാരം കിട്ടിയ വിവരം പുറത്ത് വിട്ടിരുന്നല്ലോ. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ആകെ ജോലി ചെയ്തിരുന്നത് 5 ദിവസമാണ് മാസത്തിൽ പുറത്ത് വന്നിരുന്നു. മാസത്തിൽ 5. അദ്ദേഹത്തിന് പുറത്ത് വേറെ ഒരു ചുമതല ഇല്ലേന്ന് താനും. ജനങ്ങളെ വെല്ലുവിളിക്കല്ലേ യഥാർത്ഥത്തിൽ? എൻ്റെ ഒരു സംശയമാണ്. എനിക്കറിയില്ല, ആരെ വെല്ലുവിളിച്ചാലും എനിക്ക് തരക്കേടില്ല. കാരണം അതൊക്കെ നോക്കേണ്ട ആൾക്കാരാണ് നോക്കേണ്ടത്, ഞാനല്ല. പക്ഷേ എൻ്റെ പുറത്ത് കുതിര കയറാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് പറഞ്ഞേ പറ്റുള്ളൂ, പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇപ്പം ഇത്രയൊക്കെ ചെയ്തു വെച്ച വ്യക്തിയും ഇതെനിക്ക് അറിയാം. ഐ നോ ദിസ് പേഴ്സൺ വെരി വെൽ. കാരണം ഞാൻ അസിസ്റ്റൻറ്റ് കളക്ടറായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ മുന്നിലാണ്. ഇദ്ദേഹം കോഴിക്കോട് കളക്ടറായിരിക്കുമ്പോഴാണ് ഞാൻ അസിസ്റ്റൻറ്റ് കളക്ടർ ട്രെയിനി ആയിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നത്. അന്ന് അദ്ദേഹം ഒരു ശിഷ്യൻ്റെ അടുത്ത് ഉപദേശിക്കുന്ന പോലെ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ ഒരു വാക്കല്ല ഒരു ഉപദേശം എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. എന്തിനാണെന്നറിയാമോ? നിങ്ങളുമായിട്ട് തെറ്റുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ശത്രുതയുള്ള ആൾക്കാരുടെ പേര് കുറിച്ചിടണമെന്ന്. കാരണം IAS-നകത്ത് വളരെ തിരക്കായിരിക്കും, നിങ്ങൾക്ക് മറന്നുപോകും. അപ്പോൾ ഇവന് പണി കൊടുക്കാൻ നിങ്ങൾ വിട്ടുപോകും, മറന്നു പോവില്ലേ? അപ്പോൾ അത് ഒരിക്കലും മറക്കരുത്. ഈ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ എതിരിടാൻ വന്ന ആൾക്കാർ അവരെയൊക്കെ പേരെഴുതി നോട്ട് ചെയ്ത് വെക്കണം. അവസരം കിട്ടുമ്പോഴൊക്കെ പിന്നാലെ പോയി പക തീർത്തുകൊണ്ടേയിരിക്കണം എന്നൊരു മഹത്തായ ഉപദേശം ഒരു അസിസ്റ്റന്റ് കളക്ടറായിരുന്ന എനിക്ക് തന്ന ആളാണ്. അപ്പോൾ അന്ന് അതിൽ നിന്നും കൂടുതൽ മോശമായിട്ടുള്ളൂ. ഇതിനകത്തൊക്കെ എന്തുകൊണ്ടൊരു വ്യക്തി ഇങ്ങനെ ആവുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതൊക്കെ അതിൻ്റെതായ കാരണങ്ങൾ കാണും. ഓരോരുത്തരുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ കാരണങ്ങൾ കാണും, അവർ വളർന്നു വന്ന രീതികൾ, സാഹചര്യങ്ങൾ, അവരുടെ മറ്റ് പല കാരണങ്ങൾ കാണുമായിരിക്കും. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ആളുമല്ല, ഒന്നുമല്ല. നമ്മളെ ഉപദ്രവിക്കാത്തിടത്തോളം ഐ ആം ഓക്കെ. എനിക്ക് അറിയേണ്ട കാര്യം, എല്ലാവരുടെ കാര്യവും എനിക്ക് നന്നാക്കാനും ഇടപെടാനൊന്നും പറ്റില്ല. കാരണം എനിക്കറിയാം എത്രയോ പേരെ ഇതുപോലെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ഞാൻ തിരിച്ചു പറയണ്ടേ? അതുപോലും പാടില്ലേ? അപ്പം ഞാൻ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് തെളിഞ്ഞില്ലേ? ഇതിൻ്റെ എല്ലാത്തിനും രേഖ സഹിതമല്ലേ പുറത്ത് വന്നിരിക്കുന്നത്? എന്ന് മാത്രമല്ല, ഞാൻ ഈ ഫയലിൽ ഒപ്പീനിയൻ നേരത്തെ പറഞ്ഞല്ലോ, ഫയലിൽ ഞാൻ അഭിപ്രായം എഴുതുന്നത് ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മിനിസ്റ്റർ മാറുന്ന ആ കാലത്ത് ആ ഒരു ഗ്യാപ്പിൽ ചില ഫയലുകളിൽ അമിത താല്പര്യം എടുത്തിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടന്നത് ഇനിയെങ്കിലും അത് പറയണമല്ലോ. അപ്പോൾ എൻ്റെ ഇൻബോക്സിൽ നിന്ന് ഫയൽ പുൾ ചെയ്യാനും അത്
ഏത് IT ആക്ട് വയലേറ്റ് ചെയ്തുകൊണ്ട് ബാക്ക് എൻഡിൽ നിന്നൊക്കെ പുള്ള് ചെയ്യാൻ വേണ്ടി വ്യാജമായിട്ട് റെക്കോർഡ് അപ്ലോഡ് ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം രേഖാമൂലം ഞാൻ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. അതിലെന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓക്കെ, സർക്കാരിൽ പൊതുവെ നടപടിയൊക്കെ എടുത്തു വരാൻ സമയമെടുക്കുമായിരിക്കും. അല്ല സാർ, ഈ ഫയലുകൾ കാണാതായത് അങ്ങയുടെ എന്തോ തെറ്റുകൊണ്ടാണ് എന്നുള്ള പ്രചാരണം അടിച്ചിറങ്ങിയിരുന്നു. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ എന്താണ്, അത് ഇപ്പോഴും ഒരു സംശയം, അതിൽ ഈ ഫയൽ കാണാതായതിൽ അങ്ങേക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, ഇനി അതല്ല അങ്ങേ ഇതിലൊരു ട്രാപ്പിൽപ്പെടുത്തിയതാണോ, എന്താണ് അതിൻ്റെ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, 0 ബഡ്ജറ്റിൽ 0 സ്റ്റാഫിങ്ങിൽ നടത്തിയ ഒരു സ്ഥാപനത്തിൽ എന്ത് ഫയലാണ് ഈ കാണാതെ പോകേണ്ടത്? നമ്മൾ കേൾക്കുമ്പോൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ത് എളുപ്പമാണ്, എന്തോ കോടിക്കണക്കിന് രൂപയുടെ എന്തോ ഫയലൊക്കെ കാണാതായി എന്നല്ലേ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുക. ഒന്ന്, ഇത് വോളണ്ടിയേഴ്സിനെ വെച്ച് നയാ പൈസ ചിലവാക്കാതെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് കൂട്ടായ്മയിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊരു സ്ഥാപനം. അവിടുത്തെ എന്ത് ഫയലാണ് കാണാതായെന്ന് ഈ ആരോപണമൊന്നും കൂടെ ശ്രദ്ധിക്കണം. സൊസൈറ്റിയുടെ ആദ്യത്തെ ബോർഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് കാണാനില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ബോയ്, രണ്ടാമത്തെ ബോർഡ് മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ അജണ്ട ഫസ്റ്റ് ബോർഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് അല്ലേ? ഇത് സൊസൈറ്റിയോ ബോർഡോ എന്തെങ്കിലും സർക്കാരിൽ ഒരാഴ്ചയെങ്കിലും പണിയെടുത്തവന് അറിയാം ഇതൊക്കെ. അപ്പോൾ ഇത് വെറുതെ എഴുതി ഉണ്ടാക്കിയാണെന്ന് അറിയാം. ഇനി പോട്ടെ, ആ സൊസൈറ്റിക്കകത്ത് ആ ബോർഡിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാം. മിനിസ്റ്റർ, ചെയർമാൻ, ഞാൻ CEO, ഈ ഡോക്ടർ ജയതിലകും ഗോപാലകൃഷ്ണനും രണ്ടുപേരും അതിൽ മെമ്പർമാരാണ്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇല്ലാന്നെങ്ങനെയാണ് പറയുന്നത്? അതായത് ഈ ഫയലിനകത്തില്ലെങ്കിൽ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഇനി അതെല്ലാം പോട്ടെ, ഒരു കോമൺ സെൻസ് ചോദ്യമാണ്. ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടിട്ട് 1 കൊല്ലമായി. അന്ന് പോകുന്ന സമയത്ത് ഞാൻ CEO ആണല്ലോ, അപ്പോൾ ചെയർമാനാണ് എല്ലാ ഫയലുകളും ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നത്. മിനിസ്റ്റർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് പോകുന്നത്. മിനിസ്റ്റർ അത് ഡോക്ടർ ജയതിലകന് കൊടുക്കുന്നു. എല്ലാ കേട്ട് കൃത്യം കണക്ക് വെച്ച് എല്ലാ ഫയലും ഹാൻഡ് ഓവർ ചെയ്തു. ഡോക്ടർ ജയതിലക് ഗോപാലകൃഷ്ണന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എന്നിട്ട് ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഗോപാലകൃഷ്ണന് കൊടുക്കുമ്പോൾ അതിൻ്റെ കവറിംഗ് ലെറ്റർ ഉണ്ട്. അത് പിന്നെ മാധ്യമങ്ങൾ പുറത്ത് വിടുകയൊക്കെ ചെയ്തതാണ്. ആ കവറിംഗ് ലെറ്ററും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് ഇൻ ദ പൊസഷൻ ഓഫ് ദ ഫോർമർ CEO ഈസ് ഹിയർ ബൈ ഹാൻഡഡ് ഓവർ എന്ന് പറഞ്ഞിട്ട്. അതായത് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ രേഖകളും മിനിസ്റ്റർക്ക് കിട്ടിയെന്നും മിനിസ്റ്റർ അത് അതേപടി ഡോക്ടർ ജയതിലകന് കൊടുത്തെന്നും അതാണ് ഗോപാലകൃഷ്ണ ഞാനിതാ തരുന്നത് എന്നാണ് ലെറ്ററിൽ അടിച്ചിട്ട് ഡോക്ടർ ജയതിലകൻ എന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇത് അദ്ദേഹം മറന്നുപോയി കാണും. പക്ഷേ ഇത് കൊടുത്തതിന് ശേഷം, ഇതെപ്പോഴും കുറേ മുമ്പ് കൊടുത്തതാണ്, ഇത് കഴിഞ്ഞ് 6-ാം മാസവും 7-ാം മാസവും ഡേറ്റ് വെച്ചിട്ട് 2 കത്തുകൾ പിന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. ആരെഴുതിയതാണ്? ഗോപാലകൃഷ്ണൻ എഴുതിയാണ്. ഈ 2 കത്തുകളും അതിനകത്ത് പറയാണ് ഫയൽ മിസ്സിങ് ആണെന്ന്. ഈ ഏത് ഫയൽ? ഈ പറഞ്ഞ തൊട്ട് മിനിറ്റ്സ് മറ്റേന്നൊക്കെ മണ്ടത്തരമാണല്ലോ എഴുതി വെച്ചാൽ, ഇതൊന്നും മിസ്സാവേണ്ട സാധനമൊന്നുമല്ല. പക്ഷെ എന്തായാലും മിസ്സായി എന്നാണ് പറയുന്നത്. ശരി, ഗോപാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായാൽ നമ്മൾ ആരുടെ അടുത്താണ് ചോദിക്കുക? ഡോക്ടർ ജയതിലകിൻ്റെ അടുത്തല്ലേ ചോദിക്കുക? അദ്ദേഹമല്ലേ കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ കയ്യിലും അതില്ല എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ അടുത്തല്ലേ ചോദിക്കുക? മിനിസ്റ്ററുടെ കയ്യിലും അത് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴല്ലേ എൻ്റെ അടുത്ത് ചോദിക്കുക? ഇവിടെ വളരെ വിചിത്രമായിട്ട് ഗോപാലകൃഷ്ണൻ ജയതിലകിന് കത്തയക്കുകയാണ്, ഡോക്ടർ ജയതിലക് ഇത് എൻ്റെ കയ്യിൽ ഇത് ഇല്ല. അപ്പോൾ ഉടനെ അദ്ദേഹം അങ്ങ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ്റിൽ കൊടുക്കുകയാണ്, പ്രശാന്ത് അത് മുഴുവൻ അടിച്ചുകൊണ്ട് പോയിന്ന്. ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ തന്നെ ഈ ഫയല് മീഡിയക്ക് ലീക്ക് ചെയ്ത് കൊടുത്തത് ഡോക്ടർ ജയതിലക് ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ടെക്നോളജിയും വലിയ വശമില്ലാത്തത് എൻ്റെ ഭാഗ്യം. കാരണം ഇദ്ദേഹം ഡൗൺലോഡ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ തന്നെ സിസ്റ്റത്തിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് മീഡിയക്ക് കൊടുത്തത്. ഡൗൺലോഡ് ചെയ്യുന്ന ആരാണെന്ന് സത്യത്തിൽ ഈ ഓഫീസ് ഫയലിൻ്റെ താഴെ കാണാം. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാം ഡോക്ടർ ജയതിലക് ഡൗൺലോഡ് ചെയ്തതാണ് എന്ന് അതിനകത്ത് തന്നെ കാണാം. ഈ ഫയലാണ് വളരെ ബുദ്ധിപൂർവ്വം എല്ലാവർക്കും അങ്ങ് കൊടുത്തു. പുള്ളി വിചാരിച്ചു അത് വലിയ പോയിൻ്റായി പോയിരുന്നു. പക്ഷേ അതുകൊണ്ട് ആ ഫയൽ എനിക്ക് വിശദമായി പരിശോധിക്കാൻ അവസരം കിട്ടി. കാരണം മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ഷെയർ ചെയ്തു എനിക്ക്. നോക്കിയപ്പോൾ അതിനകത്ത് ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ മെറ്റാഡാറ്റ സൈഡുണ്ട്, എവിടെയാണ് എപ്പോഴാണ് അപ്ലോഡ് ചെയ്തതെന്ന്. നോക്കുമ്പോൾ ഈ ഗോപാലകൃഷ്ണൻ കൊടുത്തു എന്ന് പറയുന്ന ഈ 6-ാം മാസത്തെയും 7-ാം മാസത്തെയും കത്തൊക്കെ ഉണ്ടല്ലോ, ഈ കത്തൊക്കെ ആ ഫയലിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന 8-ാം മാസത്തിലാണ്. ഒരു ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം 3:15 മറ്റോ കൃത്യം 2 കത്തുകൾ കയറിയിരിക്കുക ഒക്ടോബർ മാസത്തിൽ. അതായത് വ്യാജമായിട്ട് അജണ്ട വെച്ച് തന്നെ ചെയ്തു. ആ കത്തിന് വേറെയും പ്രത്യേകതയുണ്ട്. ആ കത്തിന് നമ്പറില്ല, ഓഫീസ് നമ്പറില്ല, ലെറ്റർ ഹെഡ് ഇല്ല. ഡയറക്ടർ SC എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലെറ്റർ നമ്പറില്ല, ഇതില്ല, നമ്മുടെ ലെറ്റർ ഹെഡ് ഇല്ല, ഒന്നുമില്ല, ഒരു നമ്പർ പോലും ഇല്ല, ഫയൽ നമ്പറും ഇല്ല, ഒന്നുമില്ല. 2 അങ്ങനത്തെ കത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുക.
ഇനിയാണ് പോയിന്റ്. ഈ 2 കത്തുകളും 8ാം മാസമാണല്ലോ കയറ്റിയിരിക്കുന്നത്. 8ാം മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? 8ാം മാസത്തിലാണ് ഡോക്ടർ ജയതിലകും ഗോപാലകൃഷ്ണൻ രണ്ടുപേരും ആ വകുപ്പിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നു. ഗോപാലകൃഷ്ണൻ ഇൻഡസ്ട്രീസിലേക്കും ഇദ്ദേഹം ഫിനാൻസിലേക്കും. അപ്പോൾ ഈ പോകുന്നതിന് മുമ്പ് എനിക്കൊന്നും പണിയാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ ഇത് എങ്ങനെയെങ്കിലും പണിയെന്ന് ഇത് എഴുതിത്താ എന്ന് പറയുമ്പോൾ ഉടനെ എഴുതി കൊടുക്കാൻ ഗോപാലകൃഷ്ണനും അത് അപ്ലോഡ് ചെയ്യാൻ ഡോക്ടർ ജയതിലകും അദ്ദേഹത്തിൻ്റെ ഓഫീസും. ഇതിനെ ഫോർജറി എന്ന് പറയും, ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയും, ഇതിനെ പക്ക ക്രൈം എന്നാണ് പറയാം. ഇത്രയും ക്രിമിനൽ ടെൻഡൻസി ഉള്ള, പിന്നെ ഐ എം നോട്ട് സർപ്രൈസ്, കാരണം ശ്രീ ഗോപാലകൃഷ്ണൻ മറ്റേ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ പറ്റി എനിക്ക് അഭിപ്രായമൊന്നുമില്ല പറയാൻ. പക്ഷേ അതിനുശേഷം പോലീസിൽ വ്യാജമായി പരാതി കൊടുക്കുകയും പോലീസ് അന്വേഷിച്ച് ഇത് ഫയൽ അല്ല എന്താ പറയുക മൊബൈൽ ഹാജരാക്കാൻ പറയുമ്പോൾ മറ്റൊരു മൊബൈൽ ഹാജരാക്കുകയും, അതല്ല ഒറിജിനൽ കൊണ്ടുവരാൻ പറയുമ്പോൾ അടുത്ത ദിവസം വേറൊന്ന് കൊണ്ടു കൊടുക്കുകയും, ഇത് കൊണ്ടു കൊടുക്കുന്നതിൻ്റെ തലേന്ന് പോലും ഫോർമാറ്റ് ചെയ്യുകയും മൊത്തം 3-4 തവണ ഫോർമാറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.